നെയ്യാറ്റിൻകര മഞ്ചവിളാകത്താണ് വാട്ടർ സൈക്കിൾ ഡയറി ഉള്ളത്. ഇവിടെ നമുക്ക് കൈത്തറി തൊഴിലെടുക്കുന്ന ഒരുപാട് തൊഴിലാളികളെ കാണാം. ഇവരൊക്കെ നെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂൾ യൂണിഫോമാണ്. നമ്മുടെ കുട്ടികൾക്ക് സർക്കാർ സൗജന്യമായി കൊടുക്കുന്ന സ്കൂൾ യൂണിഫോം. എത്ര റുപ്യ സമ്പാദിക്കാൻ പറ്റും? അങ്ങനെ സമ്പാദ്യമായിട്ടൊന്നും ഇല്ല, ചെലവ് കടന്നു പോകാൻ തന്നെ പറ്റും. ഞാൻ നെയ്ത്ത് തുടങ്ങിയിട്ട് 35 വർഷം വരെ ആയി. കൂലി സമയത്തിനൊന്നും കിട്ടണില്ല, വളരെ ബുദ്ധിമുട്ടി തന്നെ. പിന്നെ ബസ് ചാർജ് കൊടുത്താണ് ഇവിടെ വന്ന് നെയ്യണത്. പിന്നെ ബുദ്ധിമുട്ട് പറയുമ്പോൾ മാഷ് നമുക്ക് കുറച്ച് പൈസയൊക്കെ തരുമ്പോൾ അങ്ങനെ പോണ്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി തന്നെ. ഓണം കഴിഞ്ഞ ശേഷം കൂലിയൊന്നും ഇതുവരെയും കിട്ടിയില്ല. ചിലപ്പോൾ 30 രൂപ ആട്ടയ്ക്ക്. അങ്ങനെ വടകര എന്നാണ് ഞാൻ ഇവിടെ വേണത്. അങ്ങനെ കൂലി കൂടി കിട്ടിയിരുന്നെങ്കിൽ പിന്നെ എപ്പോഴായിരുന്നാലും മാഷ് കറക്റ്റായിട്ട് തരും. കിട്ടണേ പങ്ക് നമുക്ക് കറക്റ്റായിട്ട് പൈസ തരും. പറയുമ്പോൾ ഒരാവശ്യം വന്നാൽ എന്ത് വന്നാലും നമുക്ക് മറിച്ചൊക്കെ തരും. നമുക്ക് മാസം തോറും ഉള്ളതിന് കറക്റ്റായിട്ട് തന്നെങ്കിലും മതിയായിരുന്നു. അത് കിട്ടിയാൽ നമുക്ക് വളരെ ഒരു ഇതാണ്. മാസം തോറുമെങ്കിലും ഇവർക്കുള്ള ഒരു പൈസ കൊടുക്കാനുള്ള സംവിധാനം സർക്കാർ കാണണം. നല്ല കാര്യം തന്നെ ഇതൊക്കെ അല്ലേ? അത്ര ആവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജോലി ചെയ്യാൻ മടിയില്ല, ജോലി ചെയ്യുക, അതിനുള്ള കൂലി നമുക്ക് വേണം. നമ്മൾ കടങ്ങൾ വാങ്ങിച്ചല്ലേ എല്ലാവർക്കും വീട്ടു കാര്യങ്ങളെല്ലാം നടക്കണം. അവർ പൈസ സമയത്തിന് കൊടുത്തില്ലെങ്കിൽ അവർ അതിന് കല്ലപ്പുറത്തായിരിക്കും. അപ്പോൾ പിന്നെ നെയ്യാൻ വരാൻ മടിക്കുമോ? നമ്മൾ നെയ്താലല്ലേ നമുക്ക് ജോലി ചെയ്താൽ പൈസ കിട്ടുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ കുടിശ്ശിക വന്നിട്ട് ഏകദേശം ഒരു 4 മാസത്തെ കുടിശ്ശികയുണ്ട്, 4-5 മാസത്തെ കുടിശ്ശികയുണ്ട് ഇവിടെ മാത്രം. ഇവിടെ നമ്മൾ ഈ മേഖലയിൽ പണിയെടുക്കുന്ന സ്കൂൾ യൂണിഫോമിൻ്റെ യൂണിഫോം നെയ്ത് കൊടുത്ത വകയിൽ കുടിശ്ശിക എല്ലാവർക്കും ഉണ്ട്. ദിവസവും ജോലി ചെയ്ത് അവരെ ആഴ്ചതോറും കാശ് കിട്ടിക്കഴിഞ്ഞിരുന്നാൽ അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അത് നമുക്കവരെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് കാശുണ്ടാക്കി കണ്ടെത്തി അവർക്ക് കൊടുക്കണം. കൈത്തറി ഉൽപ്പന്നം എന്ന് പറയുന്നത് മഞ്ചവിളാകം കൊല്ലയിൽ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. പക്ഷേ സർക്കാർ ബാലരാമപുരത്തെല്ലാം അവർ കച്ചവടം മാത്രമേ ഉള്ളൂ, ഇന്ന് നെയ്ത്തില്ല. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് പവർലൂം സാധനമാണ് വിൽക്കുന്നത്. മിഷൻ. അപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിച്ച് വാങ്ങുകയാണ്, അവരെ പറ്റിക്കുകയാണ് ശരിക്കും. എന്തായാലും നമ്മൾ ഈ നെയ്ത്ത് മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച, കഷ്ടപ്പെട്ട ആളുകൾ പണിയെടുക്കുന്നുണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ. പക്ഷേ 4-5 മാസം അവർക്ക് കൂലി കിട്ടുന്നില്ല. അതിന് കാരണക്കാർ സർക്കാരാണ്. കാരണം തുണി വാങ്ങിവെക്കുന്നുണ്ട്, സർക്കാർ തിരികെ പണം കൊടുക്കുന്നില്ല. ആ പണം കൊടുക്കണം, ആളുകൾക്ക് ജീവിക്കാൻ കഴിയണം. അതിനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നാണ് വാട്ടർ സൈക്കിൾ ഡയറിക്ക് പറയാനുള്ളത്.